യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടതിൻ്റെ സന്തോഷം അനുഭവിക്കുന്ന ഏവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 5 വരെയും 10, 12 മുതൽ 14 വരെയും ഉള്ള വാക്യങ്ങൾ. കർത്താവായ യേശുനാഥൻ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. ഒടുവിൽ കർത്താവ് പറയും, 99 മലയിൽ വിട്ടിട്ട് അവൻ വഴിതെറ്റിയതിനെ അന്വേഷിച്ച് പോകുകയില്ലേ എന്ന്. 3 കാര്യങ്ങളാണ് ഈ സുവിശേഷത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ ആകുന്നത്. 1, നീ ശിശുവിനെ പോലെ ചെറുതാകുക. 2, ഈ ചെറിയവരിൽ ഒരുവനെ പോലും നീ നിന്ദിക്കരുത്. 3, നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുവാൻ 99 ഉപേക്ഷിച്ചിറങ്ങുന്ന ഇടയൻ. ശിശുവിനെ പോലെ ചെറുതാകുക. 3 തരത്തിൽ ഈ ഭൂമിയിൽ ഒരു വ്യക്തി ചെറുതാക്കപ്പെടുന്നുണ്ട്, അഥവാ 3 തരത്തിലാണ് വ്യക്തികൾ ചെറുതാകുന്നത്. 1, മറ്റുള്ളവർ ചെറുതാക്കുന്ന വ്യക്തികൾ, അഥവാ മറ്റുള്ളവരാൽ ചെറുതാക്കപ്പെടുന്നവർ. തൻ്റെ തന്നെ കുറ്റമായിരുന്നാൽ പോലും മറ്റുള്ളവർ അവരെ വിധിച്ചുകൊണ്ട് നിന്ദിച്ചുകൊണ്ട് അവരെ ലോകത്തിൻ്റെ മുന്നിൽ ചെറുതാക്കുമ്പോൾ അവർ പോലും അറിയാതെ അവർ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. അവർ ശിശുതുല്യമായ സ്നേഹമാകുന്ന ദൈവത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തി കണ്ണീരൊഴിച്ച് പ്രാർത്ഥിക്കുവാൻ അത് ഇടവരുന്നുവെങ്കിൽ അത് ശിശുതുല്യമായ നൈർമല്യതയിലേക്ക് കടന്നു വരുന്ന അനുഭവമാണ്. 2ാമത്തെ ചെറുതാകൽ ഒരുവനിൽ അവൻ്റെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം അവന് ഉണ്ടാകുമ്പോൾ അവനുണ്ടാകുന്ന മാനസാന്തരത്തിൻ്റെ ചെറുതാകലാണ്. അവൻ എത്രത്തോളം വലിയ പാപിയാണെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുവാനായി സ്വയം നടത്തുന്ന അനുതാപത്തിൻ്റെ ഏറ്റുപറച്ചിൽ. 3ാമത്തെ ചെറുതാകൽ ദൈവ വചനത്തിൽ അധിഷ്ഠിതമായി ദൈവരാജ്യത്തിന് വേണ്ടി സ്വയം ഏറ്റവും എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനായി തീരുന്ന, വചനത്തെ പ്രതി ചെറിയവനാകുവാൻ മനസ്സാകുന്ന ചെറുതാകലാണ്. ഈ 3 ചെറുതാകലിലും ശൈശവത്തിൻ്റെ ഭാവമുണ്ട്. കണ്ണുനീര് ഓടിവന്ന് ദൈവത്തിൻ്റെ മുൻപിൽ സ്വയം വിശുദ്ധീകരിക്കപ്പെടുവാൻ സമർപ്പിക്കുന്ന ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ തലം ഇവിടെയുണ്ട്. ക്രിസ്തു ആഗ്രഹിക്കുന്ന ചെറുതാകൽ ഒരു പുതിയ വ്യക്തിയായി നീ മാറണമെന്നതാണ്. അതാണ് സ്വർഗരാജ്യത്തിന് വേണ്ടി നീ വീണ്ടും ജനിക്കണമെന്ന ചെറുതാകൽ. 2ാമത് കർത്താവ് പറയുന്നത്, ഈ ചെറിയവരിൽ ഒരുവനെ പോലും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ്. നാം മറ്റുള്ളവരെ നിന്ദിക്കുമ്പോൾ നമുക്കുള്ള സ്വർഗ സാധ്യതയാണ് നാം നഷ്ടപ്പെടുത്തുന്നത്. നീ നിന്ദിച്ച് പുറന്തള്ളുന്ന ഓരോ വ്യക്തിയെയും ദൈവം വീണ്ടെടുക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 3ാമതായി കർത്താവ് ഇപ്രകാരം പറഞ്ഞു വയ്ക്കും, നഷ്ടപ്പെട്ട ഒന്നിനെ വീണ്ടെടുക്കുവാൻ 99 ഉപേക്ഷിച്ചിറങ്ങുന്ന ഇടയൻ്റെ സുന്ദരമായ ഒരു കഥ. മറ്റുള്ളവരെ നീ നഷ്ടപ്പെടുത്തുന്ന വ്യക്തിയാകരുത്. മറ്റുള്ളവരെ നേടിയെടുക്കുവാൻ നിൻ്റേതെന്ന് കരുതുന്ന 99 തലങ്ങളെയും നീ ഉപേക്ഷിക്കേണ്ടതുണ്ട് എന്ന് കർത്താവ് പറയാതെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ നിന്നിലുള്ള 99 സമ്പാദ്യങ്ങളും അഥവാ കഴിവുകളും നിന്റെ സാധ്യതകളും നഷ്ടപ്പെട്ടതിന് വീണ്ടെടുക്കുവാൻ വേണ്ടി നീ ഉപയോഗിക്കുവാനും ജീവിക്കുവാനും ദൈവം നിനക്ക് നൽകിയതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് സ്വർഗരാജ്യത്തിൻ്റെതായി തീരുവാൻ ഈ 3 പടികളിലൂടെ ജീവിക്കുവാൻ പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ.
എന്നാത്മാവിൽ പ്രകാശമായി ഇരുളല മൂടും ഹൃദയത്തിൽ നിന്റെ തിരുവചനം ദീപ്തിയാ കാൽവരിക്കുന്നൻ മനസ്സിൽ കാണുന്നിന്നു ഞാൻ ക്രൂശിതന്റെ സ്നേഹരൂപം ഓർത്തു പാടും ഞാൻ. ഓ എന്റെ സ്നേഹമേ, പ്രാണന്റെ ഗേഹമേ, നിന്നിൽ മറയട്ടെ ഞാൻ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. എന്റെ സങ്കടത്തിൽ പങ്കുചേരും ദൈവം ആശ്വാസം പകർന്നിടും. എന്നിൽ സന്തോഷത്തിൻ വേളയേകും എന്നുമെന്നും നന്മയേകിടും. പിഴവുകളേറ്റു ചൊന്നാൽ ക്ഷമയരുളും. തിരുഹൃദയം എനിക്കായി തുറന്നു തരും. ഓ എന്റെ ദൈവമേ, ജീവന്റെ മാർഗമേ, നിന്നോടു ചേരട്ടെ ഞാൻ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമാ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ.